ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കേരള സ്റ്റൈൽ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ കേരള സ്റ്റൈൽ സെറ്റ് മുണ്ട് വേറെയാണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധാരണ വേറെയാണ് പോലല്ല, നമ്മൾ ഇച്ചിരി ഒരു വ്യത്യാസമില്ല ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ഞൊറിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ വെച്ച് ഒരിടത്ത് കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള വീഡിയോയിലൊന്ന് കാണിക്കാൻ ഒന്ന് രണ്ട് പേര് പറഞ്ഞതിൻ്റെ പേരിൽ കാണിച്ചു തരാം. അപ്പോൾ സെറ്റ് ഇങ്ങനെ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുണ്ടിലോട്ട് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്രണ്ട് പോർഷൻ ഇല്ലേ, അത് ജസ്റ്റ് ആ ഒരു ലെങ്ത് നമ്മുടെ ഈ അരയുടെ വലുപ്പം വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാമോ? പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ താഴോട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതെങ്ങനെയാണ് വേറെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് സെറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാമേ. അവിടെ ഇനി നമ്മൾ ഫസ്റ്റ് മുണ്ടാണ് കൊടുക്കുന്നത്. മുണ്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരു പണിയുണ്ട്. നമ്മൾ ഈ മുടി അഴിച്ചിട്ടുള്ള പരിപാടി ഇതിന് നടക്കുകയാണ്. സോ ഇനി നമുക്ക് മുണ്ട് കൊടുക്കാം. മുണ്ടിലോട്ട് വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഈ കരയുണ്ടല്ലോ, അതായത് നമ്മൾ മടക്കാത്ത കര ഉള്ളിൽ പോണതാണ് അതിട്ട് ഇത് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വയ്ക്കാം. കണ്ടോ? ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കാലകത്തിയൊക്കെ നോക്കുക, നടക്കാനൊക്കെ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. ജസ്റ്റ് ഒന്ന് അങ്ങനെ നടന്നു നോക്കുക. എന്നിട്ട് ഈ പോർഷൻ ഇവിടെ വിട്ടുകൊണ്ട് ഈ പോർഷൻ അടിയിലോട്ട് തുമ്പ് കിടക്കാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ചുരുണ്ടുകൂടി ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ ടക്കിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിലും ഇതുപോലെ തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കുക. ചെറിയ ജലദോഷമോ പനിയൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ടക്കിൻ ചെയ്തിട്ട് ഈ പോർഷൻ ടക്കിൻ ചെയ്യാൻ വരട്ടെ, അതങ്ങനെ വിട്ടേക്കാം. ഓക്കെ അല്ലേ? ഇത്രയും ടക്കിൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി ഹൈ ലെങ്ത് ഒക്കെ ഓക്കെ ആക്കി സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞുറി എടുത്ത പോർഷൻ നമ്മളിത് കണ്ടോ, അതായത് നമ്മുടെ മുട്ടിൻ്റെയും കാൽവണ്ണയുടെയും ഇടയിൽ വരുന്ന രീതിയിൽ വേണം തുമ്പെടുക്കാനായിട്ട്, സെറ്റ് മുണ്ടിൻ്റെ തുമ്പെടുക്കാനായിട്ട്. ഇതിങ്ങനെ എടുത്തിട്ട് കുത്തണേക്കിന് മുന്നേ ഇതിങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ പോർഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുക. എല്ലാവർക്കും പ്രശ്നം വരുന്ന ഈ പോർഷനാണ്. ഈ പോർഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുക. ഇപ്പം ഇതിങ്ങനെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിവിടെ വെച്ചുകൊണ്ട് തന്നെ ഇവിടം കുത്താം, സെക്യൂർ ആക്കാം. അപ്പോൾ നമ്മളിവിടെ സെക്യൂർ ആക്കാൻ പോകണം. ഇവിടെ നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. മാല ഊരിങ്ങ് പോകുന്നു, അത് നമുക്ക് പിന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ സെക്യൂർ ചെയ്തിട്ട് ഇനിയത്തെ പരിപാടി ഇതേ കണ്ട, ഒരു ഞൊറി, രണ്ടാമത്തെ ഞൊറി, 2 ഞൊറിയെങ്കിലും വേണം. ശരിക്കും 2 ഞൊറി കൂടുതൽ വേണം. നമുക്കിതിപ്പോൾ 2 ഞൊറിയാണ് ഇവിടെ കിട്ടണം. ഈ 2 ഞൊറി വെച്ചിട്ട് ഇത് കണ്ടോ, ഈ വിട്ടേക്കുന്ന പോർഷൻ കണ്ട, ഇതിനകത്ത് നമ്മൾ ടക്കിൻ ചെയ്യാൻ പോകണം. അപ്പോൾ ടക്കിൻ ചെയ്യിക്കണതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് സേഫ്റ്റി പിൻ അടിച്ചാൽ നല്ലതാണ്, ഇളവി പോകില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് സേഫ്റ്റി പിൻ അടിക്കുകയാണ്. ക്യാമറമാൻ അടുത്തോട്ട് വന്നാൽ കാണാൻ എളുപ്പമായിരിക്കും. ക്യാമറമാന് ചുമയാണെന്നുള്ളവർ അറിയിച്ചു കൊള്ളുന്നു. അതിൻ്റെ ഇത് കയറില്ലടോ, കളിക്കണോ? ഈ സെറ്റിപ്പം കൊള്ളൂല്ലടേ, എന്നെ ചതിച്ച് നമ്മൾ വേറൊരു സെറ്റിപ്പം എടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മളിത് ഈ പോർഷനിൽ ഉള്ളിലായിട്ട്
ടക്കിങ് ചെയ്തു. കണ്ട, ഉള്ളിലോട്ട് ടക്കിങ് ചെയ്തിട്ട് ഇതിനെ ഇനിയാണ് നമ്മളുടെ കലാപരിപാടി. അതായത് അടിവശം ഒന്ന് പിടിക്കണം എന്നുണ്ട്. ആര് പിടിച്ചേരും? ആര് പിടിച്ചേരേ? കണ്ടോ? ഇനി നമ്മൾ ഇതിനൊന്ന് ഇറക്കി വെക്കണം. അതായത് ഈ പ്ലീറ്റ്സിനൊന്ന് ഇറക്കി വെക്കണം. ഇതിൻ്റെ രീതിയാണ്. എല്ലാവർക്കും ഇത് ഡൈജസ്റ്റ് ആയെന്ന് വരില്ല. എനിവേ, ഞാനിവിടുത്തെ കണ്ട് ഇഷ്ടപ്പെട്ട 1-2 പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ ചെയ്യണമെന്നെ. അയ്യോ, ശ്വാസം മുട്ടുന്നു. ഇതെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞപ്പം വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു. അപ്പോൾ ദേ കണ്ടോ, ബാക്കിലെ ഈ ചുരുപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കുത്തണം. അതെൻ്റെ ഒരു സേഫ്റ്റിക്ക് ഞാൻ കുത്തലാണ്. സാധാരണ അങ്ങനെ ആരും കുത്താറില്ല, പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഒന്ന് കുത്തിയാലേ കംഫർട്ട് ആവുള്ളൂ. അതായത് ഈ ഫസ്റ്റ് പ്ലേറ്റ് അല്ല, സെക്കൻഡ് പ്ലേറ്റ് ഇല്ലേ, അതെടുത്ത് ഇങ്ങനെ മറിച്ചിട്ട് സാധാരണ ഇനി ഇടുപ്പിൻ്റെ അവിടുത്തും കൂടെ കുത്തും, പക്ഷെ ഇന്ന് അത് കുത്തേണ്ട ആവശ്യമില്ല. കാരണം അടിപ്പാവട ഞാൻ കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ അതെ, ഇതാണ് സെറ്റും മുണ്ടും വെയർ ചെയ്തിട്ടുള്ള കോല. എക്സാക്ട് ലുക്ക് ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് സെറ്റും മുണ്ടും വെയർ ചെയ്യാറ്. നടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടിക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അറിയണ്ട, നല്ല ഭംഗിയിൽ നടക്കാൻ പറ്റും. അടിപൊളിയല്ലേ? അടിപൊളിയാണോ? ആ, ഞാൻ എന്തായാലും കണ്ണാടിയിൽ ഒന്ന് നോക്കാൻ പോയി. നൈസ് ലുക്ക്. എന്താ പറയുക, ഇത്രയും കംഫർട്ടായിട്ട് ഞാൻ ഉടുത്തല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ഒരു കവറിങ് എപ്പോഴും വേണം, അതാണ് അതിൻ്റെ വൃത്തി. അല്ലാതെ ഇതിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്ത് പോകുന്ന ഒരു വൃത്തിയില്ല കാണാനായിട്ട്. ഇതാകുമ്പോൾ നല്ലൊരു വൃത്തിയാണ്, നല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഓണമൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ.